നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബഥാനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ന് ഒന്നായി. അവിടെ നിന്നെ വിളിച്ചിലത് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവരിൽ ഒരുത്തിനോടി ഒരു സ്പോഞ്ച് എടുത്ത് പുളിച്ച വീഞ്ഞ് നിറച്ച ഓടത്തണ്ടിന്മേലാക്കി അവനെ കുടിപ്പാൻ കൊടുത്തു. ശേഷമുള്ളവർ നിൽക്കാൻ, ഏലിയാവ് അവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവൻ സഹിച്ച കഷ്ടപ്പാടുകളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. ഞാനും നിങ്ങൾ കേൾക്കേണ്ട സകല ശിക്ഷാവിധിയും യേശു നമുക്ക് വേണ്ടി കാൽവരിയിൽ ചുമന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും, പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് വിധിക്കപ്പെട്ട മനുഷ്യനെ രക്ഷിപ്പാൻ ആർക്കും കഴിയാതിരുന്നപ്പോൾ അഖിലാണ്ടത്തിനുള്ള ഉടമസ്ഥനായ സർവശക്തനായ സർവജ്ഞാനിയായ സർവവ്യാപിയായ അതിന്റെ 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളുമായി. അതുകൊണ്ട് പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ടുകൊടുക്കും. നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നത് വിവേചിപ്പിൻ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നോക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ അല്ലയോ? അപ്പം ഒന്ന് ആകൊണ്ട് പലരായ നാം ഒരു ശരീരം ആകുന്നു. നാം എല്ലാവരും ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. ജഡപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കുവിൻ. യാഗങ്ങളിൽ ഭുജിക്കുന്നവർ യാഗപീഠത്തിന്റെ കൂട്ടാളികൾ അല്ലയോ? ഞാൻ പറയുന്നത് വിഗ്രഹം വലതും ആകുന്നു എന്നോ? അല്ല, ജാതികൾ വിലകൽപ്പിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികൾ ആകുവാൻ എനിക്ക് മനസ്സില്ല. നിങ്ങൾക്ക് കർത്താവിൻ്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിൻ്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികൾ ആകുവാൻ പാടില്ല. അല്ല, നാം കർത്താവിന് ക്രോധം ജ്വലിപ്പിക്കുന്നു, അവനേക്കാൾ നാം ബലവാന്മാരോ? കർത്താവ് കൃപ ചെയ്യേണ്ടതിന് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു നിമിഷം ഈ ശുശ്രൂഷ ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു. തിരുമേശയുടെ മുന്നിൽ ഞങ്ങൾ അടുത്ത് വന്നിരിക്കുന്നു. മേശ ഇന്ന് ശുശ്രൂഷിപ്പാൻ ദൈവത്തെ ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ ദാസനെ കർത്താവ് സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന എൻ്റെ ദാസന്മാർക്കായ സ്തോത്രം. ദൈവത്തെ സഹായിക്കണം, ശുശ്രൂഷയെ ആദരിക്കണം, അനുഗ്രഹിക്കണം. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഈ അപവീതികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അനുഗ്രഹിച്ചു തരുവാൻ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി സ്തോത്രം. ഈ വർഷവും ഞങ്ങൾക്ക് ഇങ്ങനെ നല്ലൊരു കൂട്ടായ്മ ഈ ഭൂപരത്തിലൂടെ ദാനമായി തന്നതിനായി സ്തോത്രം. മരണവഴിയായ അനേക ജീവിതങ്ങൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ദൈവം ഞങ്ങൾക്ക് ജീവനും ഭക്തിക്ക് വേണ്ടതെല്ലാം ദാനം ചെയ്തു. ഒരു വർഷം കൂടി ജീവിപ്പാൻ അനുവാദവും കൃപയും തന്നു നടത്തിയതിനായി സ്തോത്രം. ഈ അനേകർക്ക് വേണ്ടി മുറുക്കപ്പെട്ട എന്റെ ശരീരം ഞാൻ കഴിവോടും എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുകയെന്ന് പറഞ്ഞു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പല ഗോതമ്പ് മണി പൊടിഞ്ഞ് ഓരപ്പമാറ്റി നിന്നിരിക്കുന്ന പോലെ പലരായ നമ്മെ ക്രിസ്തുയേശുവിൽ അവരൊന്നാക്കി തീർന്നു. ദൈവകോപത്തിന്റെ ശക്തി പൊടിഞ്ഞ് ദൈവകോപത്തിന്റെ അഗ്നി കണ്ട് ജീവന്റെ അപ്പമായി മാറിയ കർത്താവിനെയാണ് നാം ഭക്ഷിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. യേശു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മുഖാന്തരം ജീവിക്കും. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. സ്തോത്രം, 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 സ്തോത്രം. സ്തോത്രം, 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 സ്തോത്രം. Praise the Lord, സ്തോത്രം. പരലോക
അപ്പം കൊണ്ടു നടന്ന് കൊടുക്കുമ്പോൾ തന്നെ പാനപാത്രവും പ്രാർത്ഥിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഭക്ഷിച്ചവർ ഈ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യണം എന്ന് കർത്താവേ, അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ സ്തോത്രം. അപ്പം അനുഗ്രഹിച്ച സന്തതിക്കരത്തില് ഈ പാനപാത്രം ഞങ്ങൾ പരിമേൽപ്പിക്കുന്നു. ഇനിമേൽ അനുഗ്രഹിച്ച ഞങ്ങൾക്ക് പെരുമാറാകട്ടെ. നിന്നെ ഇത് വാങ്ങിച്ച ജനത്തിന് നൽകട്ടെ. അവർക്ക് അനുഗ്രഹവും ആശീർവാദവും വിടുതലും നന്മയുമായി ചെയ്യുവാൻ ഇടയാക്കണമേ. ശുശ്രൂഷ അവിടുന്ന് മാനച്ചടിയിൽ ഒരുമിച്ച് അനുഗ്രഹിച്ച് പുത്രന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. മഹത്വം കർത്താവ് എടുക്കണമേ. യേശു മെസ്സിഹായുടെ നാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കണമേ പരമപിതാവേ. ആമേൻ. പിന്നാലെ വരുന്ന ദൈവദാസന്മാരുടെ ബക്കറ്റിൽ നിക്ഷേപിക്കുവാനായിട്ട് ഓർപ്പിക്കുന്നു. വീഞ്ഞും വിളിച്ചു പറയുന്നത് ഇതിന്റെ ഇടയിൽ തന്നെ ചിലര് ഇതിന്റെ ഭാഗമാക്കാത്ത ഒരു സ്തോത്രം അവരുടെ ഭാഗം ശേഷിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർ ഈ തിരുമേശയിൽ സംബന്ധിക്കാതിരിക്കുന്നത് എന്നുള്ളത് അവരവർക്കറിയാം. വചനം പറയുന്നു, മനുഷ്യൻ തന്നെത്താൻ ശോധന ഹേതുവാൻ. ആകയാൽ ഈ അപ്പവീഞ്ഞുകൾക്ക് അംശയായി തീരുവാൻ നമുക്ക് പ്രാഗൽഭ്യമില്ല എങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ നാം എടുക്കുകയില്ല. കർത്താവിനെ അക്ഷയമായി സേവിക്കുന്ന വിശുദ്ധന്മാരുടെ ഭാഗമാണ്. ഒരായിരിക്കുന്ന ഇടങ്ങളിൽ
വിശുദ്ധ മേശയെ സംബന്ധിച്ച് കർത്താവിന് വരും വേണ്ടി ഒരു കാത്തിരിക്കുന്നു എന്നുള്ള നമുക്ക് ആശ്വാസത്തോടെ ചിന്തിക്കാം. ഈ തിരുമേശയെ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ നാം ഒരു കാര്യം ഓർക്കുക, നമ്മുടെ കർത്താവ് യേശു നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധ ജനമാണ് ഇതിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നത്. എന്നാൽ യേശു ഈ അന്ത്യകാലം കഴിഞ്ഞ ശേഷം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ വരുവോളം എന്നെ ഓർമ്മിക്ക് വേണ്ടി ചെയ്യും. മാത്രമല്ല, ആ പുതിയ രാജ്യത്തിന് മുമ്പാകെ മുറിക്കപ്പെട്ട കരം കൊണ്ട് അപ്പൊ ഈ നിങ്ങൾ അനുഗ്രഹിച്ചു വരുമ്പോ ഇറങ്ങി വന്ന് നമ്മിലെ പോലെ ആദരിച്ച് നമ്മുടെ പാപം, നമ്മുടെ ശാപം, നിങ്ങൾക്ക് വേണ്ടി സ്വർഗമഹിമകളെ വിട്ട് താൻ ലോകത്തിൽ വന്നു നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ അങ്ങ് യാഗമായി തീർന്നു. കർത്താവേ, അങ്ങയുടെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിപ്പാൻ, അങ്ങയുടെ മരണപുനരുത്ഥാനത്തോടെ ജീവിപ്പാൻ നമുക്ക് സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് നൽകിയ അവസരങ്ങൾക്കായി സ്തോത്രം. നിങ്ങളുടെ തിരുമേശയിൽ ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ വിശുദ്ധദാസനെയും കൂട്ട ശുശ്രൂഷകരെയും ദൈവം ബലപ്പെടുത്തിയതിന് നന്ദി പറയുന്നു. പ്രത്യേകാൽ കടന്നു വന്ന ദൈവമക്കളിൽ ചുരുക്കം ചില പ്രിയപ്പെട്ടവർ ഇതിൽ സംബന്ധിക്കാതെ ഇതിൽ നകന്നിരിക്കുന്നവരുണ്ടല്ലോ. എൻ്റെ കർത്താവിന്റെ കരുത്തിൽ പ്രിയമുള്ളവരെ സമർപ്പിക്കുന്നു. അവരകന്നിരിക്കുന്ന കാരണം എന്തായാലും ഇത്രയും വേഗത്തിൽ പരിഹാരം വരുത്തി ഇതൊക്കെ കർത്താവിനോട് അടുക്കുവാനിടയാക്കണമേ. നാദായി മേശമേൽ ശേഷിപ്പിക്കപ്പെട്ട അപവീതികൾ ഞങ്ങളെ വിളിച്ചറിയിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് അനേക ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, വിടുതലിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിപ്പാനും പ്രവർത്തിപ്പാനും ഒരു പുതിയ നിയോഗത്തോടെ കടന്നു പോകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നല്ലോ. ലോക സംഭവങ്ങളെന്ന് വിളിച്ചറിയിക്കുന്നല്ലോ. നിങ്ങളുടെ വരവിന് വേണ്ടി എപ്പോഴും ഒരുക്കത്തോടും പ്രത്യാശയോടെ ഇരുപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. പ്രത്യേകാൽ തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷകൾക്കായി സ്തോത്രം. അങ്ങയുടെ അഭിഷിക്തദാസനെ ദൂതുമായി ഞങ്ങളുടെ നടുവിൽ അയച്ചതിന് നന്ദി പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആത്മിക സന്ദേശം പ്രാപിച്ച് സന്തോഷത്തോടെ മടങ്ങാൻ കർത്താവ് കൃപ ചെയ്യണം. എല്ലാ മഹത്വവും അംഗീകരിപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.
സ്തോത്രഗാനം പാടിയ ശേഷം ഒലിവോലേക്ക് പോയി എന്ന് ദൈവവചനത്തിലുണ്ട്. അനുഗ്രഹങ്ങളുടേതായ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടേതായ മഹായോഗത്തിന്റെ ആരം മുതൽ സമാപന സമയം വലിയ സാന്നിധ്യം ഞങ്ങളുടെ മേലുണ്ടായിരുന്നു. ഞങ്ങളെ അനുഗ്രഹിച്ച ഞങ്ങളുടെ മഹാസ്നേഹത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ വരവ് ആവാസമായതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതായ ആത്മീയ കൂടിയവരുടെ കർത്താവ് സമ്മാനിച്ചതിനാൽ ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ വലിയ സ്നേഹിച്ച് ദൈവത്തിൽ അർപ്പിക്കപ്പെട്ടതായ ആത്മീയ കർത്താവ് ദൈവിക വഴിപാടിനായി സ്തോത്രം ചെയ്യും. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ഉപ്പുതറ ഡിസ്ട്രിക്ട് കൺവെൻഷന്റെ 33ാമത് വാർഷിക കൺവെൻഷനായിരുന്നു. എനിക്ക് മനസ്സിലായി 22 സഭകളിലൂടെ ഉണ്ടെന്ന് പ്രാർത്ഥനയിലായോ പ്രാർത്ഥിച്ചപ്പോൾ ശ്രദ്ധിക്കുന്നു. ഈ ഡിസ്ട്രിക്റ്റിൽ ഞാൻ ഒന്നിലധികം പ്രാവശ്യം വന്നിട്ടുണ്ട്, കൺവെൻഷൻ്റെ വന്നിട്ടുണ്ട്. ഞങ്ങൾ കുടുംബമായി സ്നേഹിക്കുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ്. അധ്യക്ഷൻ ഓർപ്പിച്ച പോലെ നമ്മുടെ സന്ദ്രപ്പച്ചൻ അനുഗ്രഹീതനായ ഒരു ദൈവം. എൻ്റെ പിതാവുമായും വളരെ അടുത്ത ബന്ധമുള്ള ഇവർക്ക് അവരുടെ ഞങ്ങൾ ബഹുമാനിക്കുന്ന ഒരു കുടുംബം. പ്രത്യേകിച്ച് ഞാൻ ദൈവസന്നിധി പറയുന്ന ഈ പൊക്കത്തെന്ന് പറയുന്ന യാത്രയ്ക്ക് അദ്ദേഹത്തെ ദൈവം ആരോഗ്യം കൊടുത്ത് ഈ ആരാധനയും പരിശുദ്ധാത്മാവ് ഷെറിവാന്റെ ഹൃദയത്തിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പെടുന്ന ദൂതാണ്. തീർച്ചയായും എനിക്ക് ഉറപ്പുണ്ട്, ഇന്ന് പകൽ ഈ വചനത്തിന്റെ ശക്തി തകർന്നിരിക്കുന്ന ജീവിതത്തെ ബിൽഡപ്പ് ചെയ്യുമെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. സ്തോത്രം. ഇന്നിവിടെ സാക്ഷി പറയുമ്പോൾ ഒരു പ്രിയ മാതാവ് വീണ് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആരോ കാര്യങ്ങൾ പറഞ്ഞില്ല. അവരുടെ പാപം കൊണ്ടൊന്നുമല്ല. യോഹന്നാന്റെ സുവിശേഷം മറ്റു 3 സമവീക്ഷണ സുവിശേഷങ്ങളെക്കാൾ വ്യത്യസ്തമായ 4ാമത്തെ സുവിശേഷം. ഇതിന്റെ ലാംഗ്വേജ് വളരെ സിമ്പിളാണ്. ഇതിനെ ഗോസ്പൽ ഓഫ് ഈ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു. യേശു ക്രിസ്തു ദൈവം, 2 സഹോദരിമാരും ഒരു സഹോദരനും ജീവിക്കുന്നു. നോക്കണം, ആ കാലത്ത് യേശുവിനെ ആരും വീടുകളിൽ അംഗീകരിക്കില്ല. യേശു ഇങ്ങനെ പറയുന്നു, ആകാശത്തിലെ പറവകൾക്ക് കൂടുണ്ട്, കുറുനരികൾക്ക് കുഴിയുണ്ട്, മനുഷ്യപുത്രനോ തലയായിക്കുവാൻ ഇടം ഇല്ല. ഉണ്ടായിരിക്കുന്നു യേശുവിന് വേണ്ടി തുറന്ന ഭവനം. യഹൂദന്മാർ കൊല്ലുമെന്ന് പേടിച്ചിട്ടും ആ സ്നേഹം കൊണ്ട്, യേശുവിനോടുള്ള ആത്മാർത്ഥത കൊണ്ടും സ്നേഹം കൊണ്ടും ഭയം കൂടാതെ യേശുവിന് വേണ്ടി തുറന്ന ഭവനം. രോഗിയായി ലാസർ ജോലി ചെയ്ത് കൊണ്ടുവരുന്നത് കൊണ്ട് യേശുവിന്റെ കൂളിയാക്കി യേശുവിന് സംഭവിച്ചെന്ന രീതിയില യേശുകാരിയുണ്ട്. ഈ ആരാധ്യ വിടുതലുണ്ട്, ഈ ആരാധ്യ രോഗസൗഖ്യമുണ്ട്, ഈ ആരാധ്യ ഘടകങ്ങൾ മാറുന്നു, ഈ ആരാധ്യ അസാധ്യങ്ങൾ സാധ്യമാകുന്നു. വിശ്വസിക്കുന്നവർ ഫലങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വം കൊടുക്കാം. ആ ദൈവശക്തി ഈ ആരാധ്യം വ്യാപരിക്കട്ടെ. ആ വിശ്വാസത്തിന്റെ ശക്തി അല്പസമയം ദൈവത്തെ ആരാധിക്കാം. ആ വിശ്വാസത്തിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി ഈ ആരാധ്യം വിടുതലായി മാറട്ടെ. ഹല്ലേലൂയ. ആത്മാവിൻ ദൈവത്തെ ആരാധിക്കാം. വിടുതലി ആരാധ്യം നടക്കട്ടെ. അസാധ്യങ്ങൾ സാധ്യമാകട്ടെ. ഹല്ലേലൂയ.
ദൈവശബ്ദം വ്യാപരിക്കട്ടെ, വചനം കൊടുക്കട്ടെ. യേശുവിനെ മരിച്ചുകൊണ്ട് ഈ വിശ്വാസം പകലും നിന്റെ നഷ്ടത്തിന്റെ ലാഭം ഈ പകലിന് മുന്നിലുണ്ട്. ഓടിപ്പോകണ്ട, തേടിപ്പോകണ്ട, നിന്റെ ഉത്തരം ഹല്ലേലൂയ, ജീവനായ ക്രിസ്തു. ജീവൻ പോയ ബോഡിയുടെ മുമ്പിൽ നിൽക്കുന്നത് ജീവനായ ക്രിസ്തു. ഇങ്ങനെ പാടുന്നു. മൂന്നാം സംഘത്തെ മൂന്നാം വാക്യം. നീയോ യഹോവേ എനിക്ക് ചുറ്റും ഞാൻ ആ ഭാവം പഠിച്ചപ്പോൾ പരിചയത്തിന് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുമ്പോൾ അന്ധകാരത്തിന് ശക്തികൾ നോക്കുമ്പോൾ ആ പരിചയം കാണട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽ വിടുതൽ നടക്കട്ടെ. അസാധ്യങ്ങൾ സാധ്യമാകട്ടെ. അല്പസമയം ദൈവത്തെ മഹത്വം കൊടുക്കാം. നന്ദി അറിയിക്കുന്നു. പ്രസംഗത്തിന്റെ പ്രത്യേകമായ നന്ദി കർത്താവിന്റെ ദാസനോട് അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ കാര്യസംഘം ഒരു പാട്ടിന്റെ ചില ചരണങ്ങൾ പാടുകയും ശേഷമായിട്ട് നന്ദി പറയുവാനായിട്ട് സംഘങ്ങളുടെ ട്രഷറായിരുന്നു ഈ സംഘത്തിൽ മുന്നോട്ട് കടന്നു നന്ദി പറയുകയും ശേഷം സംഘത്തിന്റെ ചോരവൈക പാവനദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ യോഗം ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ ആരോഗ്യമുള്ള എല്ലാ പ്രിയപ്പെട്ടവരുടെ സന്ദർഭ
പബ്ലിസിറ്റി കൺവീനറായിരിക്കുന്ന ഫാസ്റ്റർ CK സുരേഷ് കുമാർ അവർക്ക് ഈ സെന്ററിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. മറ്റ് കമ്മിറ്റി അംഗങ്ങളായുള്ള പ്രിയപ്പെട്ടവർക്ക് ഓരോരുത്തർക്കും ഈ സെന്ററിന്റെ പേരിലുള്ള നന്ദിയെ പ്രത്യേകമായി ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ പ്രാസംഗികരായ ഫാസ്റ്റർ ഫെയ്ത്ത് ബ്ലസൻ, ഫാസ്റ്റർ റെജി ശാസ്താംകോട്ട, ഫാസ്റ്റർ ഷാജി എം പോൾ, ഫാസ്റ്റർ സജോ തോണിക്കുഴി, ഫാസ്റ്റർ തോമസ് മാത്യു ചാരുവേലി, സിസ്റ്റർ റീജ ബിജു എന്നിവർക്കും ഈ സെന്ററിന്റെ പേരിലുള്ള നന്ദി തണ്ടത്തിൽ അറിയിക്കുകയാണ്. ഇന്നോൺസിന്റെ മാനേജ്മെന്റ്, സ്റ്റാഫ്, പ്രത്യേകാല ഈ ദിവസങ്ങളിലെല്ലാം കൂടിയുള്ള അഭിലാഷ് സഹോദരന് ഞങ്ങളുടെ സെന്ററിന്റെ പേരിലുള്ള നന്ദിയെ അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ലൈവ് സ്ട്രീം ആയിട്ട് ഓൺലൈനിൽ ഈ മീഡിയയിൽ മറ്റുള്ളവരെ ഈ പ്രോഗ്രാം കാണിച്ച പ്രിയപ്പെട്ടവരുണ്ട്. അവരോടും ഈ മീഡിയയിൽ കൂടി ഞങ്ങൾ കണ്ട പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയെ ഈ സെന്ററിന്റെ പേരിൽ ഇപ്പോൾ അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി പറഞ്ഞതായ പ്രിയ സെന്ററിന്റെ ട്രഷറർക്ക് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് നമുക്ക് വളരെ രുചികരമായ ആഹാരം ക്രമീകരണങ്ങളോട് ചെയ്തതായ നമ്മുടെ പ്രിയ ജോസ് ചാനോടും അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിച്ചതായ പ്രിയപ്പെട്ടവരോടും സെന്ററിന്റെ പ്രത്യേകമായിരിക്കുന്നതായ നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. ആശീർവാദം ചെയ്തിട്ടുണ്ടെന്ന് തിരക്ക് കൂട്ടണ്ട ആശീർവാദം പറയും. അതുകൊണ്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം ദയവായി നിങ്ങൾ കാര്യം ഓർക്കണം, കുടിക്കുന്ന ഗ്ലാസ് അവിടെ ഇടാനായിട്ട് ചാക്ക് അവിടെ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഗ്ലാസ് ഇടുന്നതിനകത്ത് ഭക്ഷണ അവശിഷ്ടം ഇടരുത്. അത് പിന്നീട് ബുദ്ധിമുട്ടാണ്. ഭക്ഷണ അവശിഷ്ടം ഇടാൻ ഇപ്പുറത്ത് ചാക്ക് മേടിച്ചിട്ടുണ്ട്. തിരുവചനത്തിലൊരു വാക്യം ഇപ്രകാരമുണ്ട്: അപ്പോൾ ശമൂവേൽ ഒരു കല്ലെടുത്തു, ശേരിനും മിസ്ബയ്ക്കും മധ്യേ നാട്ടി. യഹോവ എത്രത്തോളം നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അവൻ ആവശ്യം കൂടെ സ്തുതിക്കും, ആവശ്യം കൂടെ എത്ര സ്തുതിച്ചാലും മതി വരില്ല. ഇത് കാണുമ്പോൾ എന്റെ കണ്ണുകൾ നിറയുന്നു, എന്റെ ഹൃദയം നന്ദിയാകുന്നില്ലായ്മ ദൈവം നമ്മെ ഉയർത്തി ഇത്രത്തോളം പോകുന്നു. ഏതെല്ലാം നിലകളില് ഇതിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചോ അവരെല്ലാം ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. സാമ്പത്തികമായി നന്മ തന്നവരുണ്ട്, പ്രാർത്ഥനയെ സഹകരിച്ചവരുണ്ട്, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ ഒത്തിരി അധ്വാനിച്ച പ്രിയമുള്ളവരുണ്ട്. അവരോട് ഏത് നിലയിൽ പറയണമെന്ന് എനിക്ക് വാക്കുകൾ പോകാം. ആ നിലയിൽ നടത്തിയ നമ്മെ നടത്തിയ ദൈവത്തിനും പ്രവർത്തിച്ച എല്ലാ വ്യക്തികൾക്കും നന്ദി അറിയിക്കുകയാണ്. ഇതിന്റെ മഹത്വവും മാനവും എല്ലാം നമ്മുടെ കർത്താവിനാണ്. കർത്താവ് വരുവാൻ താമസിച്ചാൽ അടുത്ത വർഷത്തിൽ ഇതിനേക്കാൾ ഉപരിയായി നടത്തുവാൻ ദൈവം കഴിയട്ടെ. എന്തെങ്കിലും ഒന്നും കുറഞ്ഞു പോകാതെ ദൈവം കാത്ത് ആരോഗ്യത്തോടെ, ആയുസോടെ, നന്മയോടെ ദൈവം പരിപാലിപ്പാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കും. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ പ്രിയമുള്ള പലരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ടുള്ളവരുണ്ട്. അവരെല്ലാം ദൈവം കാക്കട്ടെ, അവരെ ദൈവം സൂക്ഷിക്കട്ടെ. അവരെ അവരുടെ ധർമ്മങ്ങൾ, അവരുടെ ജോലി, അവരുടെ ഭാവി എല്ലാം ദൈവകരങ്ങളിൽ ഇരിക്കുക. അവരെല്ലാം ദൈവം അത്ഭുതമായി നടത്തട്ടെ. എല്ലാ കാര്യങ്ങളെയും ദൈവം നന്നായി നടത്തുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ശരിസ് വണക്കി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാട്ടെ. നമ്മെ ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തുതിച്ചാട്ടെ. ദൈവം ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല, ദൈവം നമ്മെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഇന്ന് പറയുന്നത് നാം കേട്ടതുപോലെ തന്നെ ദൈവം നമ്മെ ശക്തീകരിക്കുന്ന ദൈവമാണ്, ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. ഒന്നുമില്ലാതെ ദൈവം ഉയർത്തിക്കൊണ്ടുവരുന്ന ദൈവമാണ്. മരിച്ചു എന്ന് പറയുന്നത് ജീവിപ്പിക്കുന്ന ദൈവമാണ്, സൈന്യമാക്കി രൂപപ്പെടുത്താൻ കഴിയുന്ന ദൈവമാണ്. ഈ ദൈവം വേണ്ടി നടത്തുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട് സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് വാഴ്ത്തുന്നു. ഈ ദിവസത്തിന്റെ മധ്യാഹ്ന വേളയിലെ ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുകയാണ്. ഞങ്ങളുടെ രക്ഷയുടെ ദൈവമായി നാളുതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെട്ടവനായി കൂടെ ഇരുന്നത് കൊണ്ട് സ്തോത്രം. കഴിഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദിനരാത്രങ്ങളിലും കൃപ കൂടിയിരുന്നു, ഓരോ ആഴ്ചയിലും കൃപ കൂടിയിരുന്നു, ഓരോ മാസത്തിലും ഓരോ വർഷത്തിലും കൂടിയിരുന്നു. നടത്തിയ എല്ലാ വഴികൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ചെറുതും വലുതുമായ
എല്ലാ ആവശ്യങ്ങളെയും അറിഞ്ഞ് കർത്താവ് ഇന്നു വരെ ഞങ്ങളെ സഹായിച്ചു. ഒരു നന്മയ്ക്കും കുറവ് വരുത്തിയിട്ടില്ല. പലപ്പോഴും ക്ഷീണവും രോഗവും പ്രയാസവും ഭാരവും ഒക്കെ സഹിച്ച അനേകരുണ്ട്. അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു. കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം ഇന്നുവരെ നടത്തിയ വലിയ കൃപയ്ക്കായി സ്തോത്രം. തിരുവനന്തപുരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം അവയ്ക്കിലേക്ക് നോക്കി അവർ പ്രകാശിതരായി. അവരുടെ മുകളിൽ ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും വിടിവിച്ചിരിക്കുന്നു എന്നുള്ള വാചകങ്ങൾ ഓർക്കുകയാണ്. ഞങ്ങളെ വിടിവിച്ചുവരെ നടത്തി സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച ഞങ്ങളുടെ പിതാവ് മഹത്വം കരയേറ്റുവാൻ ഞങ്ങളെ ഒരിക്കൽ കൃപയ്ക്കായി സ്തോത്രം. ഈ വർഷവും നടന്ന മഹായോഗത്തിന്റെ ആരംഭ നിമിഷം മുതൽ ഇതുവരെ അങ്ങയുടെ കൃപാകടാക്ഷമുണ്ടായിരുന്നു. ഞങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം. അവിടുത്തെ ദാസന്മാരും കൂടി കേൾപ്പിക്കപ്പെട്ട വലനത്തിനായി സ്തോത്രം. ഈ ദേശത്തോടും ദേശനിവാസികളോടും ദൈവജനത്തോടും ദൈവഭാഗ്യമായി ഇടപെട്ടു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവർ കർത്താവിന്റെ വചനമനുസരിച്ച് ജീവിക്കാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദേശവാസികൾക്കായി പ്രാർത്ഥിക്കുന്നു. ഉപ്പുറ പ്രദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹൈറേഞ്ച് മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കേരളക്കരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഭരണ സംവിധാനം നടത്തുന്ന എല്ലാവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ചെറുതും വലുതായ നിലകളിൽ ഞങ്ങളെ ഭരിക്കുന്ന ഭരണകർത്താക്കളെ എല്ലാത്തെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ദൈവകൃപയുടെ ഭണ്ഡാരം ദൈവർക്ക് വേണ്ടി തുറക്കണമേ. കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുവാൻ, അറിയുവാൻ, അനുസരിപ്പാൻ, അതനുസരിച്ച് ജീവിക്കുവാൻ, യഹോവയ്ക്ക് അവരുടെ നാമത്തിനൊക്കെ മഹത്വം കരേറ്റിക്കൊണ്ട് കഴിയുവാൻ കൃപ ചെയ്യുമാറാകേണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവിനെ ഏൽപ്പിക്കുകയാണ്. ഇന്ന് ഈ യോഗത്തെ സംബന്ധിച്ച് ആദ്യയോടെ സംബന്ധിച്ച് എല്ലാവർക്കായി സ്തോത്രം. ശാരീരികമായി ക്ഷീണം സഹിക്കുന്നതിനുണ്ട്, മാനസികമായി ഭാരം സഹിക്കുന്നതിനുണ്ട്, പലതരത്തിലുള്ള ബന്ധപ്പാടുകൾ കഴിഞ്ഞു കൂടുന്നതിനുണ്ട്. അവരെ ഞങ്ങൾ കൃത്യത്തിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് ആദ്യയോടെ സംബന്ധിച്ച് കൃപ കൊടുത്ത എല്ലാവർക്കായി സ്തോത്രം. ദൈവരെ എല്ലാം അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നേതൃത്വം കർത്തൃദാസന്മാര്, പല കമ്മിറ്റി അംഗങ്ങളായി പ്രവർത്തിച്ച പ്രിയമുള്ളവര്, അവരൊക്കെ ദൈവത്തിൽ ഏൽപ്പിക്കുകയാണ്. ധാരാളം അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. തുടർന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. സ്തോത്രം. ഞങ്ങളുടെ മടക്കയാത്രയെ സൂക്ഷിക്കണമേ. കാണുന്നവരെ ഞങ്ങൾ വിരിക്കപ്പെട്ട ഈ മാലിന്യങ്ങളുടെ മനസ്സ് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ ചെയ്തു, അതെല്ലാം അങ്ങേ നാമത്തിന്റെ മഹത്വത്തിന് കാരണമാണ്. ഞങ്ങളുടെ പുകഴ്ചയ്ക്കല്ല, അങ്ങയുടെ നാമം മാത്രം മഹിമപ്പെടുവാൻ ഇടയാകുമാറാകട്ടെ. അനുഗ്രഹത്തോടെ ഞങ്ങളെ അയക്കുന്നതിനായി സ്തോത്രം. ശുശ്രൂഷണ ദൈവം ആദരിച്ചതിനായി സ്തുതിക്കുന്നു. മഹത്വം മാനമെല്ലാം കർത്താവിന്റെ കേണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല കർത്താവേ, ആയുസ് തരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയായി അങ്ങയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, പ്രയോജനപ്പെടുവാൻ, സാക്ഷ്യം വഹിക്കുവാൻ, അനേകരെ നേടുവാൻ, തിരിച്ചടിച്ചതിനെ കൂടെ കാഴ്ചവെക്കുവാൻ ദൈവം കൃപ ചെയ്യുമാറാകണമേ. അതിനുവേണ്ട പ്രവർത്തികൾ ചെയ്യുവാൻ ദൈവാത്മാവ് എല്ലാവർക്കും കൃപ ചെയ്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് അനുഗ്രഹിക്കണമേ. പുത്രനാഥെ മഹത്വപ്പെടണമേ. വരുവിന്റെ ഒരുങ്ങി കാത്തിരിപ്പാൻ സഹായിക്കണമേ. മഹത്വം എല്ലാം കർത്താവ് എടുക്കണമേ. സർവ്വതും കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതത്തിന് സ്നേഹിച്ച് ഞങ്ങളെ രക്ഷിച്ച കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ അതിവിനീയമായിട്ട് അപേക്ഷിക്കുന്നു. കേൾക്കണമേ പരമപിതാവേ. ആമേൻ. നമ്മുടെ കർത്താവ് പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവിനെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. കാണുന്നവരെ അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങളെ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സെൻട്രലിലും സഭകളിലും നടക്കേണ്ട ആത്മീയ പ്രവർത്തനങ്ങളുടെ അനുഗ്രഹത്തിനായി സ്തോത്രം ചെയ്യാം. ദൈവം നിർണ്ണയിക്കുന്ന വിശുദ്ധരെ എല്ലാം ദൈവങ്ങളെ സ്തോത്രം ചെയ്യാം. നമ്മുടെ ആത്മീയ നേതൃത്വം വഹിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യാം. നമ്മളെ ഭരിക്കുന്ന ഭരണകർത്താക്കൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. സകല ബുദ്ധിയേയും കഴിയുന്ന ദൈവത്തിന്റെ അളവറ്റ ദിവ്യ സമാധാനവും കാവലും സൂക്ഷിപ്പും അനുഗ്രഹങ്ങളും ആസ്വാദങ്ങളും നമ്മോട് നമ്മ വ്യക്തിയിരിക്കുന്ന സകല കാര്യങ്ങളോടും സകല വിശുദ്ധരോടും തിരുവനന്തപുരം ശുശ്രൂഷിച്ച അഭിഷേകത്തോടും ദൈവത്തെ കേട്ട പ്രിയമുള്ളവരോടും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ മഹത്വമുള്ളവരോരും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദിവസങ്ങളിൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പോവുകയാണ്. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് സുരേഷ് കുമാർ ഇപ്പോൾ ആഹാരത്തിന് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കും. ഭക്ഷണപദാർത്ഥങ്ങൾക്കായി സ്തോത്രം. ഭക്ഷണത്തെ വിശദീകരിക്കണമേ, ഭാഗമായിട്ട് എല്ലാവരും അനുഗ്രഹിക്കണമേ. ഭക്ഷിച്ച് ബലപ്പെട്ട് യേശുവിനെ സഹായിക്കണമേ. അവരുടേതായ സ്തോത്രം.
എല്ലാവർക്കും ദയവായി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് 2 കൗണ്ടറുണ്ട്. ക്യൂ ആയിട്ട് നിൽക്ക്. നിൽക്കില്ലെങ്കിൽ വിളമ്പുന്ന ദൈവദാസന്മാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. എല്ലാവർക്കും